ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിനകത്ത് ഒരു റെന്റ് റൂം സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഈ റിയൽ ലൈഫിലൊക്കെ റൂമൊക്കെ റെന്റ് എടുക്കൂലേ, ആ ഒരു സാധനം നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് മൾട്ടിപ്ലെയർ വേൾഡാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റേ റോൾ പ്ലേ പിന്നെ കുറേ SMB സെർവറൊക്കെ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കണമെങ്കിൽ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ മറ്റേ ട്രോൾ സീരീസ് വേറെ കുറേ സീരീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൂം റെന്റ് കൊടുക്കുന്ന സിസ്റ്റം ഇവിടെ കാണുന്നുണ്ട്. 8 ഡയമണ്ട് എന്നാണ് അത് നിങ്ങൾക്ക് കൂട്ടാ കുറയ്ക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ റെന്റ് വേറെ 1 മിനിറ്റത്തേക്കാണ്. അതായത് ഈ ഒരു റൂമിന് ഞാൻ റെന്റ് എടുക്കുന്നത് 1 മിനിറ്റത്തേക്കുള്ള സെറ്റപ്പ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കിത് കൂട്ടുകയൊക്കെ ചെയ്യാം. അതിനുള്ള ടിപ്പൊക്കെ ഞാൻ ഈ ഒരു വീഡിയോനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്ത കറൻസി ഡയമണ്ടാണ്. സോ അത് നിങ്ങൾക്ക് മാറ്റി എമറൽഡ് ആക്കാം, പിന്നെ മറ്റേ ഗോൾഡ് ആക്കാം, എല്ലാം ആക്കാം. എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ അതുപോലെ ഇതൊരു അഡ്വാൻസ്ഡ് ട്യൂട്ടോറിയലാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഒന്നും മനസ്സിലായില്ല എന്ന് വരും. പിന്നെ മാത്രമല്ല, ബിഗിനറായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. സോ അപ്പോൾ ഞാൻ കുറച്ച് ബേസിക്കൊക്കെ അവിടെയൊക്കെ വെച്ച് പറഞ്ഞുതരാം. ബേസിക് അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി ടൈം ലൈൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആടാ, ഇപ്പം എൻ്റെ അടുത്ത് 7 ഡയമണ്ട് അതുകൊണ്ട് നോട്ട് ഇനഫ് പർച്ചേസ് കാണിച്ചു. ഞാൻ ഇപ്പോൾ ഇതൊരു 8 ഡയമണ്ട് ആയി കാണിച്ചത്. അതായത് 7 ഡയമണ്ട് ചൂടായിപ്പിൽ ഈ സാധനം പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ല. 8 ഡയമണ്ടാണ് ഈ ഒരു സാധനം, അത് 1 മിനിറ്റത്തേക്ക്. സോ ഞാൻ ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്ത് കാണിച്ചില്ല. അവിടെ പർച്ചേസ് സക്സസ് ആയിട്ട് 1 മിനിറ്റത്തേക്ക് നമുക്ക് ഈ റൂമിന് ആക്സസ് കിട്ടും. ഇത് കറക്റ്റ് 1 മിനിറ്റാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു സ്കോർ ബോർഡിൽ സൈഡിൽ നിങ്ങൾക്ക് ഒരു സ്കോർ ബോർഡ് കാണാൻ പറ്റുന്നുണ്ടാവും. അത് ഞാൻ അവിടെ വെച്ചേക്കണ 1 മിനിറ്റകത്തേക്കാണ് ആ റെൻ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാത്രമല്ല, നിങ്ങൾ ഈ റൂമിനകത്ത് ഇനി പെട്ടുപോകുന്ന വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടി എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ബട്ടനൊക്കെ വെച്ചിട്ട് പിന്നെ ഈ സർവൈവലിനകത്ത് കുറേ പേര് കുറേ അങ്ങ് പൊട്ടിക്കണ ടീമുകളുണ്ടാവും. സോ അവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പൈസ ഇപ്പം എങ്ങോട്ടോ പോയേക്കണത്, അതിന് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ പൈസ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. സോ അപ്പോൾ നമുക്ക് ട്യൂട്ടറിലോട്ട് കിടക്കാം. കാരണം എൻ്റെ റൂമിൻ്റെ റൺ ടൈം, അതായത് റെൻറ്റിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിനി ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടത് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇനി ഇത്തിരി ബേസിക് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് തന്നെ എന്താണ് കമാൻഡ് ബ്ലോക്ക് എന്ന് പറയാം. നിങ്ങൾ മൈൻക്രാഫ്റ്റിനകത്ത് ചീറ്റ് യൂസ് ചെയ്യത്തില്ല, അത് സ്ലാഷ്. ഇപ്പം ഞാൻ നൈറ്റ് ആക്കി കണ്ട അത് ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട്. സോ ആ ഒരു സാധനം തന്നെ ഒരു ബ്ലോക്കിനകത്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് കമാൻഡ് ബ്ലോക്ക്. സോ ഞാൻ ഇപ്പോൾ ഈ ഒരു ബ്ലോക്കിനകത്ത് ടൈം സെറ്റ് സൺസെറ്റ് വെച്ചേക്കുന്നത്. എനിക്കിത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു റെഡ് സ്റ്റോൺ പവർ ചെയ്താൽ മതി. അതായത് ബട്ടനാ മറ്റേ ലിവറാ മറ്റേ ബ്ലോക്കാ റെഡ് സ്റ്റോൺ ബ്ലോക്ക് ഇട്ട റെഡ് സ്റ്റോൺ ബ്ലോക്ക് അതെല്ലാം വെച്ചാൽ മതി. പിന്നെ അത് നെക്കിയപ്പോൾ കണ്ട ആ ഒരു കമാൻഡ് ബ്ലോക്ക് വർക്കായി. അതായത് കമാൻഡിനെ നമുക്കൊരു ബ്ലോക്കിനകത്ത് ഷെഡ്യൂൾ ചെയ്യാം, അതാണ് കമാൻഡ് ബ്ലോക്ക്. പിന്നെ ഒരു കമാൻഡ് ബ്ലോക്ക് 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റത്തെ ടൈപ്പാണ് ഈ ഒരു ഇമ്പൾസ്. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒറ്റ ക്ലിക്കിൽ ഒറ്റ വർക്ക് ആ സാധനമാണ്. രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ചെയിൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കമാൻഡ് ബ്ലോക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ വേറൊരു കമാൻഡ് ബ്ലോക്ക് കൂടി നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനാണ് ചെയിൻ യൂസ് ചെയ്യണത്. സോ ഞാനിപ്പോൾ ഈ ഒരു കമാൻഡ് ബ്ലോക്കിൽ നിങ്ങൾക്ക് കണ്ടതിന് മനസ്സിലാവും. ഫസ്റ്റത്തെ കമാൻഡ് ബ്ലോക്കിന് ഡയമണ്ട് കിട്ടുന്ന കമാൻഡ് അവിടുത്തെ, രണ്ടാമത്തേൽ എമറൽഡ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു കമാൻഡ് ബ്ലോക്ക് വർക്ക് ആകുമ്പോൾ തന്നെ ബാക്കി ഇരിക്കുന്ന കമാൻഡ് ബ്ലോക്ക് കൂടി വർക്കാണ്. ഞാൻ ഇവിടെ ബട്ടൺ വെച്ചു. ഇപ്പോൾ ഈ ഒരു കമാൻഡ് ബ്ലോക്കും വർക്ക് ആകണ്ട. പിന്നെ അതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആരോ ഉണ്ടോ, ഇത് കറക്റ്റ് കണക്റ്റഡ് ആയിരിക്കണം. അതിപ്പോൾ ഈ ഒരു ആരോ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ആരോ കറക്റ്റ് സെയിം ഇങ്ങോട്ട് പോകണം. ഇത് കറക്റ്റാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഈ ഒരു സംഭവം റോങ് ആണ്. അത് ഒരാരോ അങ്ങോട്ട് ഒരാരോ ഇങ്ങോട്ടാണ്, ഈ ചെയിൻ വർക്കാവില്ല. പിന്നെ മാത്രമല്ല, ചെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കമാൻഡ് ബ്ലോക്ക് എന്തായാലും ഇമ്പൾസ് ആയിരിക്കണം. ബാക്കി കമാൻഡ് ബ്ലോക്ക് മാത്രമേ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത്തെ കമാൻഡ് ബ്ലോക്കാണ് റിപ്പീറ്റ് കമാൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു പേര് പോലെ തന്നെ ആ ഒരു കമാൻഡ് ബ്ലോക്ക് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുക. അത് ഞാനിപ്പോൾ ഈ ഒരു ഗിവ് ഗോൾഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കമാൻഡാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതിൽ ഞാൻ ഓൾവേസ് ആക്റ്റീവ് ഇട്ട് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുക. കണ്ടോ, എനിക്ക് ഗോൾഡ് ബ്ലോക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ റിപ്പീറ്റ് കമാൻഡ്. ഇനി നിങ്ങൾക്ക് റെഡ് സ്റ്റോൺ വെച്ച് ആക്ടിവേറ്റ് ചെയ്യാം. അത് ഞാൻ ഓൾവേസ് ആക്റ്റീവ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് അത് ആക്റ്റീവാണ്. റിപ്പീറ്റിൻ്റെ ഒപ്പം അത് ആക്റ്റീവാണ് കൊടുത്തത്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നീഡ്സ് റെഡ് സ്റ്റോൺ. റെഡ് സ്റ്റോൺ കൊടുക്കുമ്പോഴാണ് അത് പവർ ചെയ്യണത്. കണ്ട, രണ്ടാമതായിട്ട് ഞാൻ എങ്ങനെയാണ് കമാൻഡ് ബ്ലോക്ക് കിട്ടണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റീവ് വേണം. ആയിട്ട് സ്ലാഷ് ഗിവ് ഈ അറ്റടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ട, അതിൽ നമ്മൾ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെൽഫ്, പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്ലെയർ. അത് ഈ പ്ലെയർ സെൽഫൊക്കെ സെയിം ആവും. പക്ഷേ ഈ സെൽഫ് നിങ്ങൾക്ക് കമാൻഡ് ബ്ലോക്കിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ പേരടിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ ഇപ്പം എൻ്റെ പേര് ഇങ്ങനെ അടിച്ചിട്ട് കണ്ട, എൻ്റെ പേര് ഇങ്ങനെ എടുക്കണതിനെക്കാട്ടും നല്ല മറ്റേ സെൽഫ് അടിച്ചെടുക്കണേന്. എന്നിട്ട് കമാൻഡ് അടിക്കുക _ബ്ലോക്ക്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കമാൻഡ് ബ്ലോക്ക് കിട്ടി.
ഇനി ഇത് വെച്ച് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ബേസിക്. ഇനി പറയാൻ പോണ ബേസിക് ഒന്നുമില്ല. ഇനി പറയാവുന്ന അതിൻ്റെ അപ്പുറം സാധനങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ടോട്ടൽ സ്റ്റാർട്ട് ചെയ്യണതിനും അതായത് ചാറ്റ് എടുക്കുക, എന്നിട്ട് ഗെയിം റൂൾ നടിക്കുക, എന്നിട്ട് സെൻഡ് കമാൻഡ് ഫീഡ്ബാക്ക് ഫോൾസ്. ഈ ഒരു സാധനം ഫസ്റ്റ് തന്നെ നിങ്ങൾ ഫോൾസ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. അതായത് ചാറ്റ് ഭയങ്കരമായിട്ട് സ്പാം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതും ഫോൾസ് ചെയ്യുക. പിന്നെ ഒന്നുകൂടി ഗെയിം റൂൾ ആൻഡ് ബ്ലോക്ക് ഔട്ട്പുട്ട് ഫോൾസ്. ഈ ഒരു സാധനം ഫോൾസ് ആക്കി ഇടാം. അതായത് ഈ രണ്ട് സാധനം ഫോൾസ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ കമാൻഡ് സ്പാം ചെയ്യാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഏതെങ്കിലും ഒരു നോർമൽ ബ്ലോക്ക് എടുക്കാം, എന്നിട്ട് ഈ ഒരു ഇങ്ങനെ രണ്ടെണ്ണം വെക്കാം. ആക്സസ് വാങ്ങാനുള്ളൊരു ഏരിയ നമ്മൾ ഉണ്ടാക്കണതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യണം. എന്നിട്ട് മേളിലൊരു ബട്ടൺ വെക്കുക, അടിയിലൊരു സൈനും. ഈ ഒരു സൈനിൽ നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിമ്പിൾ വേണ്ട, ഈ ഒരു സിമ്പിൾ എന്നതിനെ പറയണത്. അത് നോക്കിയിട്ട് ഈ നക്കിക്കഴിഞ്ഞാൽ യെല്ലോ കളറ്, 4 നക്കിക്കഴിഞ്ഞാൽ റെഡ് കളറ്, നക്കിക്കഴിഞ്ഞാൽ പച്ച കളർ. സോ ഇത്രയും അറിഞ്ഞിരിക്കുക. എനിക്ക് ഇഷ്ടമുള്ള പോലെ ടൈപ്പ് ചെയ്യാം. ഞാൻ ഇപ്പോൾ റൂം ഫോർ 1 മിനിറ്റ് ഇപ്പോൾ എമറൽഡിൻ്റെ കളറാക്കണത്. ഞാൻ ഈ സാധനം എമറൽഡ് വെച്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ അടിച്ചിട്ട് ഗ്രീൻ ആക്കുന്നുണ്ടാ, എന്നിട്ട് 10 എമറൽഡ്സ്. തിളക്കുന്ന സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. മറ്റേ ഗ്ലോ സൈൻ യൂസ് ചെയ്താൽ മതി. അത് യൂസ് ചെയ്തിട്ട് ഇതങ്ങോട്ട് തിളപ്പിക്കുക. ഓക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് കമാൻഡ് ബ്ലോക്ക് എന്തായാലും ഇമ്പൾസ് ആയിരിക്കണം. അതായത് ഈ ഒരു കമാൻഡ് ബ്ലോക്കിന് ഒരു ചേഞ്ചും വരുത്തണ്ട. നോർമൽ ഒരു കമാൻഡ് ബ്ലോക്ക് വെക്കണ പോലെ തന്നെ നേരെ നമ്മൾ ആ കമാൻഡ് ബ്ലോക്കിൽ നിൽക്കുക. ടൈറ്റിലേ, അതായത് ടൈറ്റിൽ അറ്റ് പി ആക്ഷൻ ബാർ. ഞാൻ ഇട്ടേക്കണ പോലെ 10 എമറൽഡാണ്. സോ അതില്ലെങ്കിൽ അവിടെ വരും. അതിന് വേണ്ടിയിട്ടാണിത്. നോട്ട് ഇനഫ് എമൗണ്ട് ഇങ്ങനെ കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഞാൻ അടുത്ത കമാൻഡ് ബ്ലോക്ക് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കമാൻഡ് ബ്ലോക്കിനെ ഇപ്പോൾ ഈ കമാൻഡ് ബ്ലോക്ക് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബേസിക്ക് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സാധനം ചെയിൻ ആക്കണം. ഓൾസോ ഓൾവേസ് ആക്റ്റീവ്. പിന്നെ ഈ ഒരു അൺകണ്ടീഷണൽ എന്നുള്ള കണ്ടീഷനിലാക്കണം. സോ അതായത് ഈ ഒരു കമാൻഡ് ബ്ലോക്ക് വർക്കായി കഴിഞ്ഞാൽ, അതായത് ഈ ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ ഈ കമാൻഡ് ബ്ലോക്ക് വർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലൊക്കെ റൂം കൊടുക്കും. അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താൻ പാടില്ല. ഇനി വരാൻ പോകുന്ന എല്ലാ കമാൻഡ് ബ്ലോക്കും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് ഈ ഒരു സെയിം സാധനം എല്ലാ കമാൻഡ് ബ്ലോക്കും എന്ത് ചെയ്യുക, ചെയിൻ ആക്കുക, അൺകണ്ടീഷണൽ മാറ്റി കണ്ടീഷണൽ ആക്കുക, ഓൾവേസ് ആക്റ്റീവ് ആക്കുക. മൊത്തം കമാൻഡ് ബ്ലോക്കും. ഫസ്റ്റ് കമാൻഡ് വർക്കാണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു ബട്ടൺ നെക്കി നോക്കണതാണ്. ഇപ്പോൾ നോട്ട് ഇനഫ് എമൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കമാൻഡ് മാത്രമല്ല ഇപ്പോൾ വർക്കാണ്. ഇനി നമുക്ക് ആ ഒരു എമൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത കമാൻഡ് ഓപ്പൺ ആക്കുക. അത് /clear at p, അതായത് പ്ലെയർ. എന്നിട്ട് ഈ ഒരു സാധനം ഈ ഒരു ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. ഹാസ് ഐറ്റം, എന്നിട്ട് ഐറ്റം, എന്നിട്ട് ഈ ഒരു വേറൊരു ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റിൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഈക്വൽസ്, എന്നിട്ട് എന്ത് സാധനമാണോ നിങ്ങളുടെ കറൻസി, അതായത് ഡയമണ്ട് ആണ് ഡയമണ്ട് കൊടുക്കുക, എമറൽഡ് ആണ് എമറൽഡ് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ഒരു ട്യൂട്ടറിൽ ഡയമണ്ടിൻ്റെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എമറൽഡിൻ്റെ ഏതാണെന്ന് വെച്ചാൽ എമറൽഡ് കൊടുക്കുക. എത്ര എമറൽഡ് ആണെന്ന് കൊടുക്കുക, അതായത് ക്വാണ്ടിറ്റി കൊടുക്കുക. ഈക്വൽ ടു കൊടുക്കുക. എന്നിട്ട് എത്ര രൂപയാണ് നിങ്ങളുടെ കറൻസി. ഞാൻ ഇപ്പോൾ 10 വെച്ചത്. സോ ഞാൻ ഇവിടെയും 10 കൊടുക്കണതാണ്. 10 കൊടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ടായിരുന്നു വെച്ചാൽ 2 ഡോട്ട് നിങ്ങളുടെ, അതായത് 10ഉം 10ന് മേലെ ഇതിട്ടില്ലെങ്കിൽ പ്ലെയറിനെ ടാർഗറ്റ് ചെയ്യുന്നത് റോങ് ആവും. എന്നിട്ട് നമ്മൾ ഈ 2 ബ്രാക്കറ്റും ക്ലോസ് ചെയ്യാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ സെയിം സാധനം തന്നെ, അതായത് എമറൽഡ് എന്നടിക്കുക. എമറൽഡ് ആയിട്ട് 0-10 ഇത്ര അടിക്കുക. അതായത് പ്ലെയറിൻ്റെ അടുത്ത് ചെക്ക് ചെയ്യും, ഓൾസോ ക്ലിയർ ചെയ്യും. ഇനി ഉണ്ടെങ്കിൽ അടുത്ത കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ വർക്കായി കഴിഞ്ഞാൽ അടുത്ത കമാൻഡ് വരുന്നത് ടൈറ്റിൽ പ്ലെയർ ആക്ഷൻ ബാർ. ഓക്കെ. ആക്സസ് ഫുൾ ഫോർ 1 മിനിറ്റ്. ഇത് നിങ്ങൾക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അതിൻ്റെ കാര്യം ഞാൻ പിന്നെയാണ്, അതായത് ഇവിടെ എല്ലാം നമ്മൾ റെൻറ്റിൻ്റെ ടൈം സെറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ 1 മിനിറ്റ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റിൻ്റെ ഒരു ട്യൂട്ടറിലാണ് ചെയ്യണം. അത് മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ടാമത്തെ ഒരു കമാൻഡ് ബ്ലോക്കിൻ്റെ റോ ഉണ്ട്, അങ്ങോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ചെയ്യാനുള്ളത്. ഇനി അടുത്ത കമാൻഡ് ബ്ലോക്കിൽ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ /tag p. ഈ ബട്ടൺ നിൽക്കുന്ന ആൾക്ക് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ടാഗ് ആഡ് ചെയ്ത് കൊടുക്കണതാണ്. സോ അപ്പോൾ ടാഗ് എന്ന് പറയുന്ന കമാൻഡ് എവിടെ യൂസ് ചെയ്യണത്. ആയിട്ട് റൂം 1, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. പിന്നെ ആ റൂം 1 എന്നാണ് പേരിട്ടേക്കണത്. ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ മാറ്റിയിട്ട് റൂം
3 എന്ന് പേരിട്ട് ടാഗ് അറ്റ് പി ആഡ് റൂം 3 ഇങ്ങനെ കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ സെയിം സാധനം തന്നെ, അതായത് ഞാൻ ഈ പറയുന്ന കമാൻഡ് ഇതേപോലെ തന്നെ അടിച്ചു വെച്ചാൽ മതി. കമാൻഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, സോ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എന്താ വെച്ചാൽ ചെയ്തു. എന്നിട്ട് ടാഗ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ സൗണ്ട് പ്ലേ ആണ്. സോ അപ്പോൾ പ്ലേ സൗണ്ട് എനിക്ക് ഇഷ്ടമുള്ള പ്ലേ സൗണ്ട് ഉണ്ട്. സോ ഞാൻ ഇപ്പോൾ random.orb എന്ന് പറയുന്നൊരു സൗണ്ട് പ്ലേ ആണ് അറ്റ് പി. എന്നിട്ട് ഈ ഒരു സാധനം ഓപ്പൺ ആക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, ടാഗ് ഈക്വൽസ് റൂം 3. ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇപ്പോൾ കൊടുക്കണതാണ്. ഇപ്പോൾ ഇത്രയും കണ്ടീഷൻസ് വർക്കിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ കണ്ട എൻ്റെ അടുത്ത് നോട്ട് ഇനഫ് എമൗണ്ട് കാണിക്കണത്, കാരണം എൻ്റെ അടുത്ത് സാധനമില്ല. ഞാൻ ഇപ്പോൾ ഈ ഒരു സംഭവം എമറൽഡിലാണല്ലോ സെറ്റ് ചെയ്തത്. സോ ഞാൻ ഇപ്പോൾ എമറൽഡ് എടുക്കുന്നു. കണ്ട പർച്ചേസ് നമ്മുടെ അടുത്ത് 10 എമറൽഡ് കറക്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് അത്ര എമറൽഡ് ഇല്ലെങ്കിൽ ഇത് വർക്കാവില്ല. ഇപ്പം നമുക്ക് ആ ഒരു ടാഗ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ടാഗിനെ നമുക്ക് റെൻ്റ് ആക്കണം, മനസ്സിലായി? അതായത് ഈ റൂമിലോട്ട് കയറാനുള്ള ടാഗ് റെൻ്റ് ആക്കണം. അതിന് മുമ്പ് തന്നെ വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഡോറിൻ്റെ അടിയിലായിട്ട്, അതായത് ഈ ഒരു സെയിം സാധനം, അതായത് ഒരു കമാൻഡ് ബ്ലോക്ക് റിപ്പീറ്റ് ഓൾവേസ് ആക്റ്റീവ് വെക്കാം. റിപ്പീറ്റും ഓൾവേസ് ആക്റ്റീവ് ആയിട്ട് നിങ്ങൾ നേരെ ഒരു കമ്പോസ്റ്റർ എടുക്കുക. ഈ ഒരു ഡയറക്ഷനിലോട്ട്, അതായത് കമാൻഡ് ബ്ലോക്കിൻ്റെ ഈ ഒരു ആരോ കാണിക്കുന്ന ആ ഒരു ഡയറക്ഷനിലോട്ട് വെക്കുക, ഡോറിൻ്റെ അങ്ങോട്ട്. ഓക്കെ, എന്നിട്ട് അതിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ അവിടെ ടാഗ് എടുക്കുന്ന റൂമാണ്. അത് കഴിഞ്ഞ ട്യൂട്ടോറിയലിൻ്റെ ടാഗാണ് റൂം 1. ഇപ്പോൾ റൂം 3 ആണ്, കണ്ട റൂം 3. ആൻഡ് ഈ ടെസ്റ്റ് ഫോർ അറ്റ് പി എന്ന് പറയുന്നത് ടാഗ് ഉണ്ടെന്ന് പ്ലെയറിൻ്റെ അടുത്ത് ടാഗ് ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. ഈ ടാഗ് കറക്റ്റ് മാച്ചായാൽ മാത്രമേ ഈ ഒരു ഡോർ കറക്റ്റ് ഓപ്പൺ ആവുള്ളൂ. ആൻഡ് ഈ കോർഡിനേറ്റ്സ് കൊടുത്തേക്കുന്നത് ഡോർ ഇരിക്കുന്ന എക്സാക്ട് കോർഡിനേറ്റ്സ് ആണ്. അതായത് ഈ ഡോർ ഇരിക്കുന്നത് ഈ ഒരു സെയിം കോർഡിനേറ്റ്സ് കണ്ട, ആ ഒരു കോർഡിനേറ്റ്സ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതിങ്ങനെ x ഈക്വൽസ് y ഈക്വൽസ് z ഈക്വൽസ് മറു കൊടുക്കുക, R എന്ന് പറയുന്നത് 2 ഇട്ട് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. ഇപ്പം എനിക്ക് ആ റൂമിലോട്ട് ആക്സസ് ഉണ്ട്. മാത്രമല്ല ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന ആക്സസ് പറഞ്ഞാൽ പെർമനൻറ്റ് ആക്സസ്, അതായത് റെൻ്റല്ല. ഇപ്പം ഇത് ഇനി നമുക്കിത് റെൻ്റ് ആക്കാനുള്ള ട്യൂട്ടോറിയൽ നോക്കാം. ഓക്കെ, റെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് ഓപ്പൺ ആക്കുക. എന്നിട്ട് /scoreboard ടൈപ്പ് ചെയ്യണ സെയിം സാധനം തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഒബ്ജക്റ്റീവ്സ് ആഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം. ഞാൻ ഇട്ട നേരത്തെ റൂം 3 ആണല്ലോ, അതുകൊണ്ട് ഞാൻ റൂം 3 എന്ന് കൊടുത്ത് എന്നിട്ട് ഡമ്മി ഇങ്ങനെ കൊടുക്കണം, കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് നിങ്ങൾ ചാറ്റ് എടുത്തിട്ട് ചെയ്യാനുള്ളത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കമാൻഡ് ബ്ലോക്കിൻ്റെ റോ സെറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കണക്റ്റഡ് ആയിരിക്കണം. അതായത് ഒറ്റ ഡയറക്ഷനിൽ തന്നെ നിങ്ങൾ വെച്ച് പോയാൽ മതി. കണ്ട ഒരു ഒറ്റ ഡയറക്ഷനിൽ തന്നെ വെച്ച് പോവാം. ഇവിടെ തെറ്റി കണ്ട, അതായത് ഈ ഒരു സാധനം ഇത് കറക്റ്റാണോ നോക്കണം കേട്ടോ, അല്ലേ നിങ്ങൾക്കും തെറ്റും. ഒറ്റ ഇതിലായിരിക്കണം, കണ്ട എല്ലാവരും അലൈനിലായിരിക്കണം. ഫസ്റ്റ് ഇടേണ്ട കമാൻഡ് ബ്ലോക്ക് റിപ്പീറ്റാണ്. ഓക്കെ, റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റായിട്ട് വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ബേസിക്കലി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും പറയുന്നത്. അടുത്ത കമാൻഡ് ബ്ലോക്കൊക്കെ ചെയിൻ കണ്ടീഷണൽ ഓൾവേസ് ആക്റ്റീവ്. ഓക്കെ, അടുത്ത മൊത്തം കമാൻഡ് ബ്ലോക്ക് നിങ്ങൾ ഈ ഒരു സെയിം സാധനം തന്നെ ചെയ്തിടാം. ഇത്രയും ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ റിപ്പീറ്റ് കമാൻഡിനകത്ത് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ /scoreboard players add at p. ആയിട്ട് ഈ ഒരു സാധനം ഈ ഒരു ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. ടാഗ് ഈക്വൽസ് നേരത്തെ നമ്മൾ കൊടുത്ത സെയിം ടാഗ്, അതായത് റൂം 3. ഞാൻ ഇപ്പോൾ റൂം 3 എന്ന് കൊടുത്തോണ്ട് ഞാൻ ഈ ഒരു ടാഗ് റൂം 3 തന്നെ കൊടുക്കണത്. ഓക്കെ, നിങ്ങളുടെ ടാഗ് ഏതാ കൊടുക്കണത് അത് നിങ്ങൾ കറക്റ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ നേരത്തെ കൊടുത്ത സ്കോർ ബോർഡിൻ്റെ പേര്, അതായത് റൂം 3 1 എന്ന് കൊടുക്കണത് ടൈം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ടൈം 1 സെക്കൻഡിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിലേയിൽ വന്നിട്ട് 20 എന്ന് കൊടുക്കുക. ഇതെന്തായാലും ചെയ്തിരിക്കണം, കാരണം 1 സെക്കൻഡിലാണ് ഒരു ടൈം ആഡ് ചെയ്യണം. കാരണം നമുക്ക് റെൻറ്റ് വേണ്ട 1 മിനിറ്റത്തേക്കാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കണ്ട 1 സെക്കൻഡിൽ, അതായത് 16 സെക്കൻഡ്സ് ആകുമ്പോൾ നിൽക്കണം. സോ രണ്ടാമത്തെ കമാൻഡ് ബ്ലോക്ക് അങ്ങനെയാണ്, സ്കോർബോർഡ് പ്ലേയേഴ്സ്. എന്നിട്ട് ടെസ്റ്റ്, ഇവിടെ ടെസ്റ്റാണ് കൊടുക്കണം. നേരത്തെ ആഡാണ് നമ്മൾ കൊടുത്തത്, ഇവിടെ ടെസ്റ്റ് അറ്റ് പി. എന്നിട്ട് ഈ സെയിം സാധനം തന്നെ ടാഗ് ഈക്വൽസ് റൂം 3. ഓക്കെ, റൂം 3 എന്ന് കൊടുക്കുക. എത്ര ആണോ, സോ അപ്പോൾ 1 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 60 സെക്കൻഡ്സ്, 2 മിനിറ്റ് ആണെങ്കിൽ 120 സെക്കൻഡ്, അങ്ങനെ 20 മിനിറ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞത് 1200 സെക്കൻഡ്. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ 60 സെക്കൻഡ് 1 മിനിറ്റിനാണ് കൊടുക്കുന്നത്. ഈ ഒരു സാധനം 1 മിനിറ്റ് നിൽക്കണം. ഇനി 1 മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റ് റൂം റെൻറ്റ് കഴിയണം. ഓക്കെ, അത് കഴിയാൻ വേണ്ടിയിട്ട് /ടാഗ് അറ്റ് പി സെയിം സാധനം തന്നെ ടാഗ് ഈക്വൽസ് ആയിട്ട് റൂം 3. നമ്മൾ നേരത്തെ കൊടുത്ത സെയിം ടാഗാണിത്. റിമൂവ് കൊടുക്കുക റൂം 3, അതായത് ഈ ഒരു ടാഗ് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുള്ള കമാൻഡ് ബ്ലോക്കിനകത്ത് കൊടുക്കേണ്ടത്
ടൈറ്റിൽ അറ്റ് ദി ആക്ഷൻ ബാർ. നിങ്ങളുടെ റൂം റെൻറ്റ് പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, യുവർ റൂം ഹാസ് എൻഡഡ്. ഓക്കെ, ഇനി അടുത്ത ഇതിലിടുക. എന്നിട്ട് സെറ്റ് ബ്ലോക്ക്. ഈ സെറ്റ് ബ്ലോക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റത്തെ ചെയ്ത ട്യൂട്ടോറിയൽ അറ്റത്തോട്ട് വരാം. അവിടുത്തെ ഏറ്റവും ലാസ്റ്റത്തെ കമാൻഡ് ബ്ലോക്കിനകത്ത് വന്നിട്ട് സെറ്റ് ബ്ലോക്ക്. ഓക്കെ, സെറ്റ് ബ്ലോക്ക് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സാധനം കണ്ട, ഈ ഒരു കമാൻഡ് ബ്ലോക്ക് അതിരിക്കണം കോർഡിനേറ്റ്സ്, അതായത് എക്സാക്റ്റ് ആയിരിക്കണം കോർഡിനേറ്റ്സ്. ഇപ്പോൾ ഞാൻ മൈ പൊസിഷൻ മാറ്റി ബ്ലോക്ക് പൊസിഷൻ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കോർഡിനേറ്റ്സ് കറക്റ്റ് കിട്ടും. നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് എടുക്കുക. അതിൽ പിന്നെ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് മറ്റേ സാധനം ഓണാക്കിയാൽ മതി. കോർഡിനേറ്റ്സ് ഇടാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് റെഡ് സ്റ്റോൺ ബ്ലോക്ക് എന്നിടാം. ഓക്കെ, റെഡ് സ്റ്റോൺ ബ്ലോക്ക്. ഈ സെയിം സാധനം തന്നെ ഇപ്പുറത്തോട്ട് വരാം. ഈ ഒരു കോർഡിനേറ്റ്സ് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ എയർ നിടാം. ഇവിടെ റെഡ് സ്റ്റോൺ ബ്ലോക്ക് നിടരുത്, ഇവിടെ എയർ നിടണം. ഓക്കെ, അതായത് ആ വെച്ച റെഡ് സ്റ്റോൺ ബ്ലോക്ക് പൊട്ടാൻ വേണ്ടിയിട്ടാണ്. അവസാനമായിട്ട് നിങ്ങൾ ഒരു കമാൻഡ് ബ്ലോക്ക് കൂടി വെക്കുക. അതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെയിം സാധനം തന്നെ ചെയിൻ കണ്ടീഷണൽ ഓൾവേസ് ആക്റ്റീവ്. ഇത്രയും ചെയ്തിട്ട് സ്കോർ ബോർഡ് പ്ലെയേഴ്സ് സെറ്റ് എന്നിട്ട് അറ്റ് പി. ഓക്കെ, നേരത്തെ സെറ്റ് ചെയ്ത സ്കോർ ബോർഡിൻ്റെ റൂം 3 എന്നാണ്. സോ റൂം 3 എന്നിട്ട് 0. അതായത് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഇത് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം, നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഇത്രയും ചെയ്ത് തന്നെ ഗൈസ് നിങ്ങളുടെ റൂം റെൻറ്റിൻ്റെ സിസ്റ്റവും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ 3 സാധനങ്ങളാണ്. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ സംഭവം. ഓക്കെ, അതിന് മുമ്പേ ഞാൻ നേരത്തെ ആഡ് ചെയ്ത ടാഗിനൊന്ന് കളയട്ടെ, പിന്നെ ഇത് വർക്കാവില്ല. എമറൽഡ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ദൈവര് കൊടുക്കത്തില്ല. കണ്ട, നോട്ട് ഇനഫ് എമൗണ്ട് എന്ന് കാണിക്കത്തുള്ളൂ. മാത്രമല്ല നമുക്ക് ഈ റൂമിലോട്ട് കയറാനും പറ്റത്തില്ല. കണ്ട, അതാണ് നമുക്ക് വേണ്ടത്. ആയിട്ട് നമ്മൾ നേരെ എമറൽഡ് എടുക്കുന്നു. 10 എമറൽഡാണ് നമ്മവിടെ സെറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അത് എമൗണ്ട് കൂട്ടുകയൊക്കെ ചെയ്യാം. സോ ഇപ്പോൾ 10 എമറൽഡാണ്. സോ 10 എമറൽഡ് എൻ്റെ നിന്ന് എടുക്കും. ഓൾസോ എൻ്റെ റെൻറ്റ് ടൈം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കണ്ട, 1 മിനിറ്റത്തേക്കാണ് എനിക്ക് ഈ റൂം. 1 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ നിന്ന് കറക്റ്റ് ഇത് പോകും. സോ ഇപ്പോൾ ആ ഒരു റൺ ടൈം കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്യുന്ന സ്കോർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം 1ൻ്റെ സാധാരണ ഞാൻ പറഞ്ഞ സ്കോർ ബോർഡ് ഓൺ ആണെങ്കിലും ഓഫ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ആ റൂമിൻ്റെ റെൻറ്റ് കറക്റ്റ് 1 മിനിറ്റ് ആണോ നോക്കിയാൽ മതി. ഇനി അത് നിങ്ങൾക്ക് മാറ്റി 1 മണിക്കൂറാക്കാം 2 മണിക്കൂറാക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു സാധനം നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്താണ്. അതായത് ഈ ഒരു സംഭവം ഈ റൂം 60 കൊടുത്തേക്കുന്നത് 1 മിനിറ്റാണ്. ഓക്കെ, അത് നിങ്ങൾ മാറ്റിയിട്ട് 1200 ആക്കി കഴിഞ്ഞാൽ 20 മിനിറ്റൊക്കെ ആവും. മനസ്സിലായി? പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ വന്ന് ബട്ടനൊക്കെ വെച്ച് തുറക്കുന്ന ഒരു ടീമൊക്കെ ഉണ്ടല്ലോ, അവർക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്ക് യൂസ് ചെയ്യാം. കാരണം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഡിനൈ എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കാണ്. സോ ഈ ഒരു സാധനം ക്രിയേറ്റീവിൽ മാത്രമേ കറക്റ്റ് ഇതാവുള്ളൂ. പിന്നെ മാത്രമല്ല അഡ്വഞ്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. ഇനി നിങ്ങളുടെ സർവൈവൽ അതെ നമ്മുടെ റൂമെൻ്റ് ആയിട്ടുണ്ട്. 1 മിനിറ്റ് ആയപ്പോൾ എൻ്റെ റൂമെൻ്റ് ആയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ ടോട്ടലി വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു പൈസ, അതായത് ഇപ്പോൾ പോയ എമൗണ്ട് എങ്ങോട്ടാണ് പോയേക്കണത്, സോ അത് നിങ്ങൾക്ക് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്താൽ മതി. അവസാനമായിട്ടൊരു ചെയിൻ കമാൻഡ് ബ്ലോക്ക് വെക്കുക. എന്നിട്ട് ആർക്കാണോ എമൗണ്ട് കിട്ടുന്നത് അയാളുടെ പേരും എന്നിട്ട് /give അടിക്കാണ്ട് അയാളുടെ പേര് അടിക്കും. ഇപ്പം എനിക്ക് തന്നെ എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നെയിം ആണ് എൻ്റെ പേര് തന്നെ അടിക്കുകയാണ്. ഞാൻ ഇപ്പോൾ എമറൽഡ് അല്ലേ എടുത്തത്. സോ എനിക്കിത് ഇവന്മാർ വാങ്ങുമ്പോൾ എമറൽഡ് തന്നെ ഇട്ടുകൊണ്ട് എമറൽഡ് എന്ന് കൊടുക്കുക, ഡയമണ്ട് ഇട്ടുകൊണ്ട് ഡയമണ്ട് കൊടുക്കുക. 0-10 അടിക്കരുത്, ഗിവ് ആണ്. സോ അപ്പോൾ 10 മാത്രം അടിക്കാൻ പാടുള്ളൂ. എൻ്റെ അടുത്ത് കണ്ട 27 എമറൽഡ് ഉണ്ട്. ഞാൻ ഇപ്പോൾ 1 മിനിറ്റത്തേക്ക് റൂം വാങ്ങിച്ച് അതിൻ്റെ എനിക്കത് ഇട്ടുകൊണ്ട് കണ്ട എൻ്റെ ആ 27 എമറൽഡ് എൻ്റെ അടുത്ത് ബാക്കിയുണ്ട്. സോ ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. സോ ഇത്രയുള്ള ഈ ഒരു ട്യൂട്ടോറിയൽ. സോ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കണ്ട 1 മിനിറ്റത്തേക്ക് റൂം ഞാൻ പിന്നെയും മേടിച്ച് അതിൻ്റെ ഈ ഒരു സാധനം കറക്റ്റ് 1 മിനിറ്റ് ആകുമ്പോൾ എൻ്റെ അത് ക്ലിയർ ആയി പോകും. സോ അതിനാണ് ഈ ഒരു സെറ്റപ്പ് ആവുക ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി പോകണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ റോ നിങ്ങൾക്ക് മറന്നേക്കും. നിങ്ങൾക്ക് ഇത്രയും ചെയ്യാനില്ല, അതായത് ഈ ഒരു റോ ചെയ്യാനില്ല, ആകെ ചെയ്യാനുള്ള ഈ ഒരു റോ ആണ്. സോ എന്തായാലും ഇനി അടുത്ത വല്ല ട്യൂട്ടോറിയലായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം വർക്കാവുന്നത്. സോ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കമാൻഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഞാൻ ചെയ്ത പോലെ തന്നെ എടുത്തിട്ട് ഇത്ര കമാൻഡ്സൊക്കെ വെച്ചിട്ട് കമാൻഡ് ബ്ലോക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, സോ ഇതൊരു അഡ്വാൻസ് ട്യൂട്ടോറിയലാണെന്ന് പറഞ്ഞുള്ള കാരണം അതാണ്. കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ബേസിക്കൊക്കെ പറഞ്ഞത്. പിന്നെ മാത്രമല്ല നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞേക്ക്.
നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. കുറേ സാധനങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ മാത്രമല്ല ഇതുപോലത്തെ ട്യൂട്ടോറിയൽ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളായിട്ടില്ലാത്ത ഐഡിയാസ് എല്ലാം ഞാൻ തന്നെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി വേണമെന്നൊക്കെ. സോ ഞാനെല്ലാം കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല ഇത്രയും രീതിയിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റത്തെ ബേസിക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ബേസിക് ഒന്നും പറഞ്ഞിട്ടില്ല, നേരെ അങ്ങ് തുടങ്ങും. ഓക്കെ, സോ അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.